ശതാഭിഷിക്തനായ PJ ജോസഫ് MLA ദിവ്യരക്ഷാലയം അന്തേവാസികൾക്ക് കേക്ക് മുറിച്ച് ഭക്ഷണം വിളമ്പി നൽകി. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിന്റെ ജന്മദിനാഘോഷം തൊടുപുഴയുടെ ജന്മദിനാഘോഷം എന്ന് വിശേഷിപ്പിക്കാം. തന്റെ 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി പ്രാവശ്യം മന്ത്രിയും MLAയുമായിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു ആഡംബര ജീവിതം സ്വപ്നം വരെ കാണാത്ത തൊടുപുഴയുടെ PJ ജോസഫ് വിനയത്തിന്റെയും എളിമയുടെയും മാതൃക പകർന്നു നൽകിക്കൊണ്ട് ദൈവകാരുണ്യത്തിന്റെ വഴിയിൽ കൂടെ മാത്രം ജീവിതം പകർന്നു നൽകിക്കൊണ്ട് ഈ ശതാഭിഷേകിത ജന്മദിനം ദിവ്യരക്ഷാലയത്തിൽ അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനാണ് തീരുമാനിച്ചത്. ഇതിനെല്ലാം പിന്തുണയും നൽകിക്കൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ടും ദിവ്യരക്ഷാലയം ടോമിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷ പദവി വഹിച്ചത് അഡ്വക്കേറ്റ് തോമസ് ഉള്ളിയാടൻ ex-MLA. ആഘോഷത്തിന്റെ നിറവിൽ ദിവ്യരക്ഷാലയം രക്ഷാധികാരിയായ ടോമിക്ക് കേക്ക് മുറിച്ച് നൽകിക്കൊണ്ട് അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടുമാണ് കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് ദിവ്യരക്ഷാലയത്തിൽ അന്തേവാസികൾക്കൊപ്പം സാറിന്റെ 84ാം പിറന്നാൾ ആഘോഷം സ്വർഗീയ വിരുന്നൊരുക്കുകയായിരുന്നു. അപ്പു ജോൺ ജോസഫ്, അഡ്വക്കേറ്റ് തോമസ് പെരുമന, M മോനിച്ചൻ, വർഗീസ് വെട്ടിയാങ്കൽ, ജെയിംസ് വാഴയിൽ, ജോയി കൊച്ചുകരോട്ട്, MJ കുര്യൻ, കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ശതാഭിഷേക ജന്മദിനാഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് 1000 ജന്മദിന ആശംസകളാണ് ഈ സ്വീകരണ ചടങ്ങ് നൽകിയത്. മുപ്പതാം വർഷത്തിലേക്കുള്ള പ്രവേശനം നാം ഇവിടെ ആഘോഷിച്ചു. അതിൻ്റെ ഞാനൊന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ഏക ലക്ഷ്യം ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. സാറിനെ പ്രതി ഈ ദേശത്തിന് വേണ്ടി നമ്മൾ ഒന്ന് ചേർന്ന് ദൈവത്തോട് നന്ദി പറയും. ശിഷ്യഗണവും ഈ ദേശത്തിന്റെ ഒരു പ്രതിനിധി സമൂഹവും ഒന്ന് ചേർന്ന് ഈ പാവപ്പെട്ട മക്കളോട് ചേർന്ന് ഇന്ന് ഈ ഭവനത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റ വാക്കില് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആഘോഷത്തിൽ ഈ ജന്മദിനം കൊണ്ടാടുവാനായിട്ട് ഇവിടെ എത്തിയ എല്ലാവരുടെയും പേരിൽ കേരള യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ജന്മദിനാശംസകൾ PJ ജോസഫ് സാറിനെ അറിയിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെബി തോമസിനെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. യൂത്ത് ഫ്രണ്ടിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഈ ദിവ്യരക്ഷാലയത്തിൽ വെച്ച് ഇന്ന് ജോസഫ് സാറിന്റെ 84ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ കേരള യൂത്ത് ഫ്രണ്ടും അതുപോലെ തന്നെ ഇപ്പം ടോമിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ പൗരാവലി മുഴുവൻ വളരെ അഭിമാനത്തോടും ദൈവത്തോട് വളരെ നന്ദിയോടും കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. എല്ലാവരും സ്നേഹിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ജന്മദിനാഘോഷം നടത്താം എന്ന് യൂത്ത് ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അത് ബഹുമാന്യനായിട്ടുള്ള ആദരണീയനായ PJ ജോസഫ് സാർ സ്വീകരിക്കുകയാണ് ചെയ്തത്. മക്കളുടെ എല്ലാം സ്നേഹവും പ്രാർത്ഥനയും എല്ലാ കാലഘട്ടത്തിലും PJ ജോസഫ് സാറിനും ഉണ്ടാവും. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞു. ഇനിയും 1000 പേരെ കൂടെ കാണാൻ, 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ ദൈവം ജോസഫ് സാറിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വഴി നടത്തിയ ദിവ്യരക്ഷാലയം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ദൈവത്തിൻ്റെ ഭീകരനായ മക്കളെ നോക്കുവാൻ സ്നേഹപൂർവമായ ഈ പരിചരണം സമ്പൂർണ്ണമായിരിക്കാൻ അവസരമുണ്ടായിരുന്നു. സന്തോഷം. ദൈവ
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ നാവിത് പോരാ ആയുസുമിത് പോരാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ നാവിത് പോരാ ആയുസുമിത് പോരാ ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതൊക്കുമ്പോൾ പോരാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ ജൂബിലി ആഘോഷം നടത്തിയത്. അന്ന് ഈ ടോമി ചേട്ടന് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 12 മക്കൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ദൈവം തമ്പുരാൻ 6 മക്കളെ കൊടുത്തു സ്വന്തം വ്യക്തിത്വം. അന്ന് ഞാൻ പറയുകയുണ്ടായി, 12 എന്ന് ചോദിച്ചപ്പോ ഇന്ന് 200 മക്കളാണ് ഇദ്ദേഹത്തിന്റെ പരിചരണയില് ഈ ദിവരക്ഷാലയത്ത് അശരണരായ ഈ എന്ന് പറയുന്ന ആരും കൂടെ ഇല്ലാത്ത ഈ ദൈവത്തിന്റെ സ്വന്തം മക്കളെ 200 പേരെ സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാളും കാര്യമായിട്ട് നോക്കുന്ന വലിയ ഒരു പുണ്യാത്മാവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ സഹായിക്കാൻ ഈ നാട്ടുകാർ എല്ലാവരും കൊണ്ട് ഇവരുടെ ഒപ്പമുണ്ട്. തൊടുപുഴയ്ക്ക് ഒരു അഭിമാനമാണ് ഈ പ്രസ്ഥാനം. ഇങ്ങനെ ഒരു സ്നേഹ സംഭവം നടത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. പലപ്പോഴും കഷ്ടപ്പെടുന്നവരുടെ വിഷമിക്കുന്നവരുടെ പങ്കാളിയായ മാറ്റിയിരിക്കുന്ന വ്യക്തിത്വമാണ് എല്ലാവർക്കും മുൻപൊക്കെ മാതൃകയായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാവരും പേരുള്ള ജന്മദിനാശംസ ഞാൻ നേരിടും. നന്ദി, നമസ്കാരം. എന്ന് ഇത് ജോഷുവയുടെ പുസ്തകത്തിലെ 9-ാമത്തെ വാക്യമാണ്. ഇത് മോശയ്ക്ക് ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണ്. സത്യത്തില് സാറിന്റെ ജീവിതത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യ നാൾ മുതൽ ഇന്ന് വരെ ഞാൻ കണ്ട ഒരു തത്വമാണ് സാറ് ദൈവത്തിൽ ആശ്രയിച്ചതും ദൈവം കൂടെ നിന്ന് സാറിനെ വളർത്തിയതും. ഇത് വളരെ അതിശയമായിട്ട് ഇന്ന് രാവിലെ എടുത്ത തീരുമാനമുണ്ട് സാറിന് സമ്മാനം കൊടുക്കണം. ഇവിടുത്തെ ഒരു സഹോദരൻ ഇത് വൈക്കോലിൽ ചെയ്തൊരു വർക്ക്, വൈക്കോലിൽ നമ്മുടെ കതിര് വരുന്ന സ്ട്രോയാണ്. അതെ. നാട്ടുരാജ്യ ന്യൂസിനെ വേണ്ടി ക്യാമറ റിപ്പോർട്ടിൽ കുമാരമംഗലത്തു നിന്നും കെ വിജയൻ.